അയ്യോ എണ്ണരുതേ. അപ്പൊ കോടതി പറഞ്ഞു എണ്ണും. എണ്ണരുതേ എണ്ണും, എണ്ണരുതേ എണ്ണും. എന്നാ എണ്ണിക്കോ, എണ്ണം പുറത്ത് മിണ്ടരുതേ. എടാ നിനക്ക് ഗതികേടല്ലേ. അയ്യോ 2025 കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള ക്രിസ്തീയ സാക്ഷ്യമാണ്. അന്യന്റെ മുതല് ആഗ്രഹിക്കരുതെന്നുള്ളത് 10 കൽപ്പനയിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞ വലിയ ഓർത്തഡോക്സി ഒന്നും വേണ്ട. സിമ്പിളായിട്ട് നാട്ടുകാർക്ക് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ് 10 കൽപ്പനകളെ പറ്റി അറിയാം. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അത് പിന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ അതിനകത്ത് മോഹിച്ചു, അത് നടക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ അന്യന്റെ സ്വത്ത് മോഹിക്കരുത്, അന്യൻ്റെതൊന്നും മോഹിക്കരുത്. അപ്പൊ എത്രയോ തലമുറകളായിട്ട് യാക്കോബായ സുറിയാനിക്കാർ കൈവശം വെച്ച് പോരുന്ന പള്ളികൾ, പള്ളിവക സ്വത്തുക്കൾ, എന്തിന് അവരുടെ പൂർവികരുടെ കബറിടങ്ങളുള്ള സെമിത്തേരികളിൽ പോലും കണ്ണുവെക്കുക. എന്തൊരു ഹീനമായ ചിന്തയാണത്. വല്ലവന്റെ വല്യപ്പന്റെ കുഴിമാടം വരെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഹീനന്മാർ, അധമന്മാർ, ഭോഷന്മാർ, നിങ്ങൾക്ക് നാണമില്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജീവനുള്ളത് ഈ തേർഡ് മത്തായിക്ക് മാത്രമല്ല, വേറെ മെത്രാന്മാരും അവിടെ ജീവിച്ചിരിക്കില്ല. ഇനി ആൺകെട്ട പണി നിർത്തടാ എന്ന് പറയണ്ടേ? അവൻ സഭയുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നീ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്തീയ സാക്ഷ്യം. കുറെ ആളുകൾ ഇങ്ങനെ വേഷം കെട്ടി നടക്കുകയാണ്, കൊള്ളസംഘം. ഈ പള്ളികളൊക്കെ യാക്കോബായ സഭയുടെ പള്ളികളാണ്. അപ്പൊ അങ്ങനെ ഒരു സഭയില്ലെന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു, എന്തെല്ലാം നുണകളാ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നുണയിൽ ജനിച്ച്, നുണ ഭക്ഷിച്ച്, നുണ പാനം ചെയ്ത്, നുണ കൊണ്ട് തടിച്ചു കൊടുത്തു വീർത്ത ഒരു സംഘം മാത്രമാണ്. നുണത്തൊഴിലാളികളുടെ ഒരു സംഘം. നിങ്ങളുടെ തിരുത്തലുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഞാൻ അതിനാണ് ഇത് പറയുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള അച്ഛന്മാർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അൽമായർ പ്രതികരിക്കൂ. നിങ്ങൾ പറയുന്ന ആണുങ്കെട്ട പണി നിർത്ത്. നമുക്ക് അന്തസ് വേണ്ട. മനുഷ്യനായി കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ പോലും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് കേരളത്തിലെ മെത്രാൻ കക്ഷികളുമായിട്ടുള്ള പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ വ്യവഹാര സംബന്ധമായി സുപ്രീം കോടതിയുടെ നടപടികളെ കാണുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വളരെ നിഷ്പക്ഷമായി ഈ നടപടികളെ, ഈ വ്യവഹാരങ്ങളെയും തർക്കങ്ങളെയും കലഹങ്ങളെയും നിരീക്ഷിക്കുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം അവഹേളിതരാകുന്ന മെത്രാൻ കക്ഷികളെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ആളുകൾക്ക് കാണാൻ കഴിയുന്നത്. കാരണം യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് പൂർവികമായി കൂറും വിധേയത്വവും ബന്ധവും പ്രഖ്യാപിച്ചു നിൽക്കുന്ന പൂർവിക സഭയുടെ പള്ളികളെ അവരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും അവരുടെ പിതാക്കന്മാരുടെ കബറിടങ്ങളിൽ നിന്നുമൊക്കെ അവരെ പറിച്ചു മാറ്റി പിടിച്ചിറക്കി വിട്ട് ആ പള്ളികളും പള്ളിവക സ്വത്തുക്കളും പിടിച്ചെടുക്കുവാൻ തുനിഞ്ഞ മെത്രാൻ കക്ഷിക്കാരുടേത് തികഞ്ഞ അധാർമികതയാണ് എന്ന് നാളുകളായി പല മൂന്നാം കക്ഷികളും നിഷ്പക്ഷമതികളും ചൂണ്ടിക്കാണിച്ചിട്ടും ആ പള്ളികളിലൊക്കെ തങ്ങളുടേതാണെന്നും റൈറ്റ്ഫുള്ളി ദോസ് ചർച്ചസ് ബിലോങ് ടു അസ് എന്നുള്ള ഒരു ക്ലെയിം വെച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന ഭൂമാഫിയ സംഘത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ഈ പള്ളികളിലെ കണക്കെടുക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഇപ്പോ ഒരു ഇടക്കാല അപേക്ഷ കോടതിയില് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ചത് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം എന്നൊക്കെ എല്ലായ്പ്പോഴും വാചകം അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് കോടതി ഒരു കണക്കെടുക്കാൻ പറഞ്ഞപ്പോഴേ നിലവിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതാണ്: ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പള്ളികളുടെ കണക്കെടുത്ത് വിവരം മുദ്രവെച്ച കവർ നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. കണക്കെടുക്കരുത് എന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമാണ് കണക്ക് ആവശ്യപ്പെടുന്നതെന്ന് കോടതി വ്യക്തമാക്കുന്നു. അപ്പോ കണക്കെടുക്കരുതേ എന്ന് ഇവർ നിലവിളിക്കുകയാണ്. അയ്യോ ഞങ്ങളെ എണ്ണരുതേ. എന്തായിരിക്കും, പണ്ട് ഇസ്രായേലിന്റെ എണ്ണം എടുത്തപ്പോൾ അവിടെ ഒരു ബാധ ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചുപോയി എന്ന് ബൈബിളിലുണ്ട്. ഇനി അതുകൊണ്ട് വല്ലതും ആണോ? അത് പഴയ നിയമത്തിലായിരുന്നു കണക്കെടുത്തപ്പോൾ ആളുകൾ മരിച്ചുപോയത്. പുതിയ നിയമത്തിൽ കണക്കെടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരാന്ന് കൃത്യമായിട്ട് കണക്കെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോൾ കണക്കൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇവർ ഇപ്പോഴും പഴയ നിയമത്തിലാണ്. പേടിയാണ്. അയ്യോ ഞങ്ങളെ എണ്ണരുതേ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ എണ്ണിക്കഴിഞ്ഞാൽ ആകെ 4, 3, 7 പേര് ഞങ്ങളില്ല. ഞങ്ങൾ ആ പള്ളി പിടിക്കാൻ വന്നവരാണ്. അയ്യോ തിരുവാർപ്പ് പള്ളിയിൽ തങ്കച്ചനും അനിയങ്കുഞ്ഞും, തങ്കച്ചനും കോശിയും, അല്ല തങ്കച്ചനും പിന്നെ ചെറിയാനും, ആരാണ് 2 പേര്, ആരോ 2 ജീവികൾ മാത്രമാണ് ഒരു പള്ളിയിലുള്ളത്. അയ്യോ ഇതാണ് ഗതികേട്. അപ്പൊ പറയാം അയ്യോ എണ്ണരുതേ. അവസാനം സുപ്രീം കോടതി പറഞ്ഞു എണ്ണാതിരിക്കാൻ പറ്റത്തില്ല, എണ്ണാൻ പറഞ്ഞു പോയി. ഓ ശരി, പറഞ്ഞു പോയ സ്ഥിതിക്ക് എണ്ണട്ടെ, പക്ഷേ എണ്ണം പുറത്തു വിടരുത്. അപ്പോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സുപ്രീം കോടതിയിലെ വക്കീല് KK വേണുഗോപാൽ അദ്ദേഹം ആവശ്യപ്പെട്ടു,
എണ്ണം എടുത്തോ, പക്ഷേ സീൽ വെച്ച കവറിൽ വേണം കണക്ക് തരാൻ, പുറത്താരും അറിയരുത്. കാരണം ഞങ്ങൾക്ക് നാണക്കേടാണ് ഈ പള്ളികളിലൊക്കെ. ഞങ്ങൾ ഈ വലിയ പള്ളി, കോലഞ്ചേരി പള്ളി, കടമറ്റം പള്ളി, ഞങ്ങള് കണ്യാട്ടുതരപ്പ് പള്ളി, ചോരക്കുഴി പള്ളി, പിറവം പള്ളി, മുളന്തുരുത്തി പള്ളി, എത്രയെത്ര പള്ളികൾ ഞങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ ആ പള്ളികളിലൊന്നും ഞങ്ങൾക്ക് ആളില്ല എന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞാൽ മോശമല്ലേ? ഞങ്ങൾ പള്ളി പിടിച്ചു എന്നേ ഉള്ളൂ. വളരെ മോശമാണ് കേട്ടോ. ഇന്ത്യൻ ഓർത്തഡോക്സിൽ ഓരോ വ്യക്തികൾ ലജ്ജിക്കണം. അതിനാണ് ഞാനിത് പറയുന്നത്. Publish the date. At the outset, the bench comprising Justice Suryakant and Justice N.K. Sai said that the courts have to tread very cautiously in religious affairs. You are asking for intervention of the court in religious affairs. We have to tread very carefully. We have to be extremely cautious. Today you have come. Tomorrow some other religious group will come. So courts have to be very cautious, Justice Kant said. Senior advocate K.K. Venugopal, for the Malinga side, suggested that the data be given to the court in a sealed cover, saying that the publication of the data might cause heartburn. Let the data be kept with the government itself, in a sealed cover, Venugopal said. Senior advocate Krishnan Venugopal, for the Malinga side, agreed to this suggestion, saying that the numbers game will create more and more confusion. അപ്പൊ പള്ളികളിലെ കണക്കെടുത്തിരിക്കുന്ന അംഗസംഖ്യ പുറത്തു വന്നാൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നാണ് സീനിയർ അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ കോടതിയിൽ പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ആംഗലേയ ഭാഷയിൽ മൊഴിഞ്ഞു കേട്ടത്. ഇതെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ലജ്ജാകരമാണ്. 2025 കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള ക്രിസ്തീയ സാക്ഷ്യമാണ്. അന്യന്റെ മുതല് ആഗ്രഹിക്കരുതെന്നുള്ളത് 10 കൽപ്പനയിൽപ്പെട്ടതാണ്. അപ്പൊ ഈ വലിയ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, തിയോളജി ഒന്നും വേണ്ട, ഈ പറഞ്ഞ വലിയ ഓർത്തഡോക്സി ഒന്നും വേണ്ട. സിമ്പിളായിട്ട് നാട്ടുകാർക്ക് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ് 10 കൽപ്പനകളെ പറ്റി അറിയാം. അപ്പൊ 10 കൽപ്പനകളിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന കൽപ്പന 6 കൽപ്പനയാണ്. അപ്പൊ ഈ 6 കൽപ്പനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണിത്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അത് പിന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ അതിനകത്ത് മോഹിച്ചു, അത് നടക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ അന്യന്റെ സ്വത്ത് മോഹിക്കരുത്, അന്യൻ്റെതൊന്നും മോഹിക്കരുത്. അപ്പൊ എത്രയോ തലമുറകളായിട്ട് യാക്കോബായ സുറിയാനിക്കാർ കൈവശം വെച്ച് പോരുന്ന പള്ളികൾ, പള്ളിവക സ്വത്തുക്കൾ, അവരുടെ പൂർവികരുടെ കബറിടങ്ങളുള്ള സെമിത്തേരികളിൽ പോലും കണ്ണുവെക്കുക. എന്തൊരു ഹീനമായ ചിന്തയാണത്. വല്ലവന്റെ വല്യപ്പന്റെ കുഴിമാടം വരെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഹീനന്മാർ, അധമന്മാർ, ഭോഷന്മാർ, നിങ്ങൾക്ക് നാണമില്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ജീവനുള്ളത് ഈ തേർഡ് മത്തായിക്ക് മാത്രമല്ല, വേറെ മെത്രാന്മാരും അവിടെ ജീവിച്ചിരിക്കില്ല. ഇത് ആൺകെട്ട പണി നിർത്തടാ എന്ന് പറയണ്ടേ? അവൻ സഭയുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നീ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്തീയ സാക്ഷ്യം. കുറെ ആളുകൾ ഇങ്ങനെ വേഷം കെട്ടി നടക്കുകയാണ്, കൊള്ളസംഘം. അപ്പൊ ഇവിടെ പറയാണ്, അയ്യോ എണ്ണരുതേ. അപ്പൊ കോടതി പറഞ്ഞു എണ്ണരുതേ, എണ്ണും. എന്നാ എണ്ണിക്കോ, എണ്ണം പുറത്ത്, മിണ്ടരുതേ. എടാ നിനക്ക് ഗതികേടല്ലേ? ഈ പള്ളികളൊക്കെ യാക്കോബായ സഭയുടെ പള്ളികളാണ്. അപ്പൊ അങ്ങനെ ഒരു സഭ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. എന്തെല്ലാം നുണകളാ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നുണയിൽ ജനിച്ച്, നുണ ഭക്ഷിച്ച്, നുണ പാനം ചെയ്ത്, നുണ കൊണ്ട് തടിച്ചു കൊഴുത്തു വീർത്ത ഒരു സംഘം മാത്രമാണ്. നുണത്തൊഴിലാളികളുടെ ഒരു സംഘം. നിങ്ങളുടെ തിരുത്തലുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഞാൻ അതിനാണിത് പറയുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള അച്ഛന്മാർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അൽമായർ പ്രതികരിക്കൂ. നിങ്ങൾ പറയുന്ന ആണുങ്കെട്ട പണി നിർത്ത്. നമുക്ക് അന്തസ്സ് വേണ്ടേ? പണം കൊണ്ട് മാത്രമാണോ എല്ലാം നിർവചിക്കപ്പെടുന്നത്? അപ്പൊ അന്തസ്സ് വേണ്ടേ?